ഹേ ഗൈസ്, അങ്ങനെ രാവിലെ ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അച്ഛൻ ഇതെന്താണിത്, ഗോരുമോ? ഇനി ഇതിന് സ്റ്റിക്കെല്ലാം വെച്ച് സൈഡിൽ കണ്ടിട്ടുണ്ട്. ഈ ഹൈറ്റ് ഓരോന്നിന്റെ ഈ ഹൈറ്റ്, ആ ഹൈറ്റ്, ഈ ഹൈറ്റ്. അതെ, മേശിരി അങ്ങ് പണിഞ്ഞാൽ മതി. ഇനി പണിഞ്ഞാൽ മതി. ഇനി കൂരിയാവും. ഇത്രയും ഭാഗത്തെ വരത്തുള്ളല്ലേ ഈ വീട്? ബാക്കിയെല്ലാം നമുക്ക് കിണറ്, മുറ്റം, ബാക്കിയുള്ള സംഭവങ്ങളാണ്. അരിയാട്ടുന്ന മെഷീനൊക്കെ ഉണ്ട്. അതെന്തോ അങ്ങനത്തെ എക്യുപ്മെന്റ്സ് ഒക്കെ വേണ്ടേ? അരിയാട്ടുന്ന മറ്റേ ഇത് കല്ലിന്റെ കറക്കുന്ന മറ്റേ കുഴവല്ല, അതിന്റെ പേരെന്തിനായിരുന്നു? അമ്മിക്കല്ല്. അത് മറ്റേ കാര്യം തൊഴുത്തൊക്കെ വേണ്ടേ? തൊഴുത്തല്ലേ ഇല്ലേ? തൊഴുത്താണല്ലോ. ശരി, ഇത് തൊഴുത്തായിരുന്നു, ഞാൻ മറന്നുപോയി. ഓക്കെ, വീടല്ലേ, തൊഴുത്താണ്. അപ്പൊ ഇവിടെ ഒക്കെ കുറെ സംഭവങ്ങളൊക്കെ വരും കേട്ടോ. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. രാവിലത്തെ വിശേഷം ഇതാണ് അപ്ഡേറ്റ്. വീണ്ടും ഗുഡ് മോർണിംഗ്. പുൽക്കൂട് ഉണ്ടാക്കൽ 4ാമത്തെ ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. ഇത് 4ാമത്തെ ദിവസം. നമ്മൾ സാധാരണ പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ എത്ര ദിവസം ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കി. അതുകൊണ്ട് വെറൈറ്റി ആയിട്ട് ഇത് 4ാമത്തെ ദിവസമാണ്. ഇന്നലെ രാത്രിക്ക് മൊത്തം ഇരുന്ന് പണിയെടുക്കുമായിരുന്നു കേട്ടോ. അത്ര നേരം ഞങ്ങളൊക്കെ പോയി കിടന്ന് ഉറങ്ങിയിട്ട് എനിക്കൊന്നൊരു 3 മണിക്ക് കൊണ്ട് ഒരു അച്ഛനത് പണിയുമായിരുന്നു. പണിഞ്ഞിട്ട് തീരുന്നില്ല. ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഞാൻ കാണിച്ചു തരാം. രാവിലെ എണീറ്റും അച്ഛൻ പണിയുകയാണ് സുഹൃത്തുക്കളെ. ഇത്രയൊക്കെ ആയി കേട്ടോ. വേലിയൊക്കെ വെച്ചല്ലേ പിന്നെ. ഇതെന്തുവാ ഇത്, കിണറോ? ഓ മൈ ഗോഡ്, വെള്ളം കണ്ട? വെള്ളമുണ്ട്. ഇതിന്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെയാ ചെയ്യാനുള്ളത്? പുല്ലുരിക്കണം, വഴി ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ ഇനി കുറച്ച് സംഭവം കൂടെ ഉണ്ട്. ഓക്കെ, ഇവിടെ ബേസ്മെന്റിനൊക്കെ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ്. ഇത് മൊത്തം മുളയല്ലേ ചാ? ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആട്ടോ. ഫുൾ അച്ഛൻ മുള വെച്ച് സെറ്റ് ചെയ്തേക്കുന്ന സംഭവമാണ്. കലാകാരൻ തന്നെ. ഇത്രേ കഴിവുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അച്ഛന്. ഓക്കെ ഗൈസ്, ഇനി പണി ഏകദേശം ഒക്കെ ആയിട്ട് വരാം. ഹേ ഗൈസ്, ഇത് ഡേ 6ഓ 7ഓ എന്തോ ആണ്. എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല ഇതിന്റെ പണി തുടങ്ങിയിട്ട് എത്ര ദിവസം ആയത്. അതെ, വീണ്ടും ഇവിടെ പണികൾ തീരുന്നില്ല, പണികൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വേണ്ടേ, എല്ലാരും പണിയിലാണ്. അമ്മ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പം വന്ന് തറയെ കുത്തിയിരുന്ന് ജോലി ചെയ്ത തേങ്ങ. നമ്മുടെ പണിയില് ഒരാളും കൂടെ ജോയിൻ ആയിട്ടുണ്ട്. അച്ഛന് സഹായിയായിട്ട് ഇന്നാണ് കേട്ടോ വന്നത്. മണിക്കുട്ടണ്ണനും ഉണ്ട് കൂടെ. ഇത് നമ്മൾ ചെറിയ രീതിയിൽ പണി തുടങ്ങിയിട്ട് ഇതിപ്പോ സംഭവങ്ങൾ വലിയ രീതിയിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഞാൻ ഇത് ഒരു ദിവസം കൊണ്ട് തീർക്കാം എന്ന് വിചാരിച്ചൊരു സംഭവമായിരുന്നു ഈ ഒരു പുൽക്കൂട് നിർമ്മാണം. 1 അല്ല 2 അല്ല 5 അല്ല 6 അല്ല, ഇപ്പൊ എത്രാമത്തെ ദിവസം എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എല്ലാം ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? തീരും. എന്നാണ് തീരുന്നത് ഇത്? അത് പറയാക്കൂലേ. ക്രിസ്മസ് കഴിയുകയും ചെയ്യും. ക്രിസ്മസ് ചിലപ്പോ കഴിയും. എന്നിട്ട് പുലിക്കൂടെ അവിടെ ഇരിക്കും. ഇതിപ്പോ എന്തിനാ ചെയ്യുന്ന? ഇത് നമ്മളിതിന്റെ മണ്ട വയ്ക്കാനുള്ള പുല്ലാണ്. പുല്ലൊക്കെ ഈ രീതിയിലായിരുന്നല്ലേ? കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നേരെ ലൈലമ്മയുടെ കടയിൽ പോയിട്ട് വന്ന് 50 രൂപയുടെ കച്ചിന് മേടിച്ച് കരുത്തി ഒരു ദിവസം കൊണ്ട് പരിപാടി ഇരുന്നത്. 4 ചീനിക്കമ്പും ഇല്ലേ? എല്ലാരും പറഞ്ഞു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണമെന്ന്. അതെ, അപ്പൊ നമ്മൾ ഇപ്രാവശ്യം നമ്മളല്ല അച്ഛൻ ഒട്ടിച്ച് ഇതൊക്കെ ഫെബിക്കൊക്കെ കേട്ടോ. അച്ഛന്റെ കൈയൊന്നും കാണിച്ചാണ്. കൈയൊന്നും കാണിക്കേ, അച്ഛന്റെ കൈ അടിക്കും. കൈയൊക്കെ ചിലതൊക്കെ മൊത്തം ഫെബിക്കൊക്കെ ആയിരുന്നു അച്ഛന്റെ കയ്യില്. നമുക്ക് നാളെ വൈകിട്ട് നമ്മള് എല്ലാം ഓക്കെയാണ്. ഫുള്ള് റെഡിയാക്കും. നീ അപ്പം നാളെ വൈകിട്ടത്തേന് സംഭവങ്ങളെല്ലാം തീർത്തിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ചെയ്തത്. ഞാൻ ഇപ്പൊ കാണിക്കുന്നില്ല, കണ്ട ഇനി ഇല്ല, ഇപ്പൊ ഞാൻ കാണിക്കുന്നില്ല. ഇതിന്റെ കംപ്ലീറ്റ് വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. അപ്പൊ എന്തായാലും എല്ലാരും എത്തിയിട്ടുണ്ട്. എല്ലാരും എവിടാ ഒളിച്ചോടുന്ന? എവിടാ? വേറെ ഗോയിങ് വാൻ. സുഹൃത്തുക്കളെ, ഇല്ല അളിയൻ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. താങ്കൾ എവിടെയായിരുന്നു? ആരാധകർ താങ്കൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. പറയൂ, ശ്രീതു ചേട്ടൻ എവിടെ ആയിരുന്നു എന്നാണ് എല്ലാവരും ചോദിച്ചത്. അത് പറ്റത്തില്ല, ഹൈ ലെവലിൽ വന്നിട്ട് ഞാൻ അതെ, എനിക്ക് അതല്ല, എനിക്ക് കണ്ടിട്ട് ചിരി വരുന്നത്. ഇതെന്ത് ഇങ്ങനായേ? ഇത് മൊത്തത്തിൽ ഒരു വ്യത്യാസം പോലെ. ഇല്ല എന്തൊക്കെയോ അങ്ങ് മാറ്റമായി പോയി. കുഴപ്പമില്ല, പുള്ളി ഉടുപ്പൊക്കെ ഇട്ടിട്ട് വന്ന് നിൽക്കുക കേട്ടോ. എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? എങ്ങനെയുണ്ട്? അല്ല, എവിടെ ആയിരുന്നു ശരിക്കും? ഏത് ദിശയിലായിരുന്നു താങ്കൾ?
സൗത്ത്. പക്ഷെ വേറെ കാര്യം വെച്ചല്ലേ, താങ്കൾ എവിടെ പോയാലും ഞാൻ അറിയും. താങ്കൾ എവിടെ പോയാലും ഞാൻ അറിയും. ഇല്ല, താങ്കൾ എന്റെ കമന്റിൽ വ്യത്യാസം. ശ്രീധു ചേട്ടൻ അവിടെ പോയാലും ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ശ്രീധു ചേട്ടൻ ഇന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടായിരുന്നു. ഞാൻ കാണുന്നുണ്ട്. അളി എവിടെ പോയാലും ഞാൻ അറിയില്ല. ഞാൻ GPS വെച്ചിട്ടുണ്ട്. ഇന്ന് അളിയനെ ഹൈലൈറ്റ് ഇതുകൊണ്ട് ഇങ്ങോട്ട് പിടി. എല്ലാരും തിരക്കുന്നേ ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു. എല്ലാരും ഭയങ്കര ഞാൻ ചത്തെന്നൊക്കെ പറയുന്നുണ്ട്. മാമി കമന്റ് വായിച്ചു ഞാൻ ചത്തന്ന്. കമന്റ് ബോക്സിൽ ശ്രീധു എവിടെ, അതിന്റെ താഴെ ശ്രീധു ചത്ത്. എന്നിട്ട് അതിന്റെ അടിയിലെ സീരിയസ്ലി എന്നെ കൊന്ന്. അയ്യോ, അതെന്തായാലും വിറ്റായിരുന്നു കേട്ടോ. ഫുള്ള് കഴിഞ്ഞിട്ട് വേണം തീടാൻ. ക്രിസ്മസ് ട്രീയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇത്രത്തോളമൊക്കെ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ മുളയുടെ ഇതില്ല അണ്ണാ, ആർട്ട് വർക്കർ പറയൂ, ആർട്ടിസ്റ്റ്. മുളയുടെ ആണ് കേട്ടോ, മുളയുടെ കമ്പാണ്. അത് നമ്മൾ ഇലയൊക്കെ നുള്ളി പറിച്ച് കളഞ്ഞിട്ട് ഈ മറ്റേ ഫെവിക്കോളൊക്കെ തേച്ച് പഞ്ഞിയൊക്കെ വെച്ച് ഒട്ടിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് മറ്റേ മഞ്ഞിൻ്റെ എഫക്റ്റിന് അല്ലേ? അനു എത്തിയിട്ടുണ്ട്. ഹായ്. ഹലോ. എക്സാം ഒക്കെ കഴിഞ്ഞോ? തോക്കൂ? ജയിക്കും. നീ നമ്മുടെ പാരമ്പര്യം കാണിക്കണം. എൻ്റെ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അച്ചാച്ചനുണ്ട്. ഹായ്, ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് സുഖം. വേറെ എന്തുണ്ട് വിശേഷം? ഫുഡ് കഴിച്ചു. ഓക്കെ, അടിപൊളിയല്ലേ? അടിപൊളി. ഇതൊക്കെ എങ്ങനെയുണ്ട്? അച്ഛൻ പണിഞ്ഞതാ മൊത്തം. കൊള്ളാം. ഈ നേരത്തെ വന്നിട്ട് ഇതിലൊക്കെ ഒന്ന് പങ്കെടുക്കണ്ടേ? എന്താണ് പറ്റിയത്? ശരിയാകത്തില്ല, വരാത്തില്ല. ഇനി എന്തൊക്കെ പണികളാണ് അച്ഛൻ ഉള്ളത്? ലൈറ്റിന്റെ പരിപാടിയുണ്ട്. പിന്നെ ഇതിന്റെ പുൽക്കൂടിനകത്തുള്ള സാധനങ്ങളെല്ലാം വെക്കണം. അത്രയും കൂടെ ഉള്ളു. ഏകദേശം വർക്കെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്താൽ മാത്രം മതി. വെട്ടവും വെളിച്ചവും വേണം. ഇനി ലൈറ്റിന്റെ വർക്കും കൂടെ ഉള്ളു കേട്ടോ. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കംപ്ലീറ്റ് അല്ലേ? എല്ലാം കംപ്ലീറ്റ് ആണ്. ഓക്കെ. പിന്നെ മറ്റേ ഇതെടുത്ത് വെക്കണ്ടേ? എല്ലാം എടുത്ത് വെക്കണം. മറ്റേ ഉണ്ണിയേശു സംഭവം. ഉണ്ണിയേശുവിന് ഇപ്പോൾ വെക്കത്തില്ലല്ലോ, അത് ക്രിസ്മസിനല്ലേ എടുത്ത് വെക്കുന്നത്. ബാക്കി കന്യാസ്ത്രീ, മാതാസ്ത്രീ എല്ലാം എടുത്ത് വെക്കണം. പ്ലാസ്റ്റർ പ്ലാസ്റ്റർ ഇട്ട് മഞ്ഞുമലയല്ലേ ഇതിപ്പോ പ്ലാസ്റ്റർ. ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഇനി കാണിച്ചു തരാം കേട്ടോ. ഹേ ഗായ്സ്, അപ്പം നമ്മുടെ പുൽക്കൂടിന്റെ വർക്ക് കംപ്ലീറ്റ്ലി കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏകദേശം ഒരാഴ്ച അടുപ്പിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. സംഭവം ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിയും ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അതെ ഗായ്സ്, അപ്പൊ എന്തായാലും അച്ഛന്റെ കഷ്ടപ്പാടാണ് സുഹൃത്തുക്കളെ. ഇത് മണിക്കുട്ടേണനാണ് പണിഞ്ഞത്. ക്രിസ്മസ് ട്രീ ഒക്കെ പണിഞ്ഞത് മണിക്കുട്ടേണനാണ്. 2 ദിവസം കൊണ്ട് അടിപൊളിയാക്കി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ ഗൈസ്, അപ്പൊ എന്തായാലും സംഭവം വേറെ ലെവലായിട്ടുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മൾ കഴിഞ്ഞ വർഷം 1 ദിവസം കൊണ്ടല്ലേ സെറ്റ് ചെയ്തത്. ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ അത് എടുത്തോണ്ട് പോർട്ടബിൾ ആയിരുന്നു. പട്ടി വന്ന് എടുത്തോണ്ടും പോയി. അത് ശരി, ഒരൊറ്റ ദിവസം. ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ നിരന്ന് കിടക്കുന്ന പുൽക്കൂട്. അതെ. അപ്പൊ എന്തായാലും അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം എന്ത് ചെയ്തു? തട്ടടിച്ചു. പട്ടി കയറാൻ പറ്റില്ല. ആര് വിളിച്ചാലും പട്ടി വിളിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മള്
തട്ടടിച്ചിട്ട് അതിന്റെ മണ്ടയിൽ നമ്മൾ പുൽക്കൂട് പണിയും. തട്ടടിക്കാനുള്ള ജോലി കിട്ടി. അതാ തട്ടടിക്കാനും പിടിച്ചു. ഈ സംഭവം ഇത് എങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇത് നിർത്തിയേക്കുന്നത് നമ്മളിവിടെ കുഴി എടുത്തിട്ടൊന്നുമില്ല, കമ്പി അടിച്ച് സെറ്റ് ചെയ്തേക്കുക, കാല് ഇറക്കി ഇട്ടേക്കുക, എന്നിട്ട് അതിനകത്ത് മുള ഇറക്കി വെച്ചേക്കുക. അത്രയ്ക്ക് സ്ട്രോങ്. ഇതിങ്ങനെ പിടിച്ചതാന്ന് വെച്ചാൽ ഇത് പോകത്തൊന്നുമില്ല. എന്നിട്ട് തട്ടടിച്ചിട്ട് നമ്മുടെ കുറെ പലക ഉണ്ടായിരുന്നു, അത് പിടിച്ച് നിരത്തി. ഈ തടി, ഇത് ഈ സാധനം, ഈ മുളേന്റെ സാധനം, ഇതെല്ലാം അച്ഛ അളവെടുത്ത് പണിഞ്ഞ സാധനങ്ങളാണ്. അതെ അതെ, ഓരോ ഒത്തിരി ഭയങ്കര മണിയായി പോയിട്ടാ. കിണറ് സഹിതം അച്ഛൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വെക്കട്ടെ, ഇതെന്തിനാണ് മറ്റേ, അയ്യോ അത് താഴെ പോയത്, കപ്പിയാണോ? ഇത് തൊട്ടി കേട്ടോ, തൊട്ടി കിട്ടാത്തോണ്ട് നമ്മളൊരു മണി ഇട്ട് സെറ്റ് ചെയ്തു. ഇവിടെ ഒരു കിണറുണ്ട്. ഇതൊരു മരം, ഉണങ്ങിയ മരം. ഇതൊരു പഴയ മരം. ശിലായുഗ കാലത്തെ ഒരു മരം. അതിനകത്ത് ഉണ്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ സാധനങ്ങള്, മണി, കിണി, ബലൂണ്, പിന്നെ ക്രിസ്മസ് അപ്പൂപ്പൻ, ചെണ്ട പോലുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലുക്കിൽ വരുന്നത് വേലിയാണ് കണ്ടോ. ചുറ്റിനും ഇതുപോലെ മുള വെച്ചിട്ട് അച്ഛൻ വേലിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മണ്ടയിൽ തടിയാണ്, തടിയിട്ട് നിരത്തിയിട്ട് അതിൻ്റെ മണ്ടയിൽ ഈ പുല്ലിട്ട് സെറ്റ് ചെയ്തേക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ഒത്തിരി വർക്കുകൾ എടുത്ത സംഭവമാണ് സുഹൃത്തുക്കളെ ഇത്. പിന്നെ ഈ കൂരയൊക്കെ, ഇത് ഇലയാണോ അച്ഛൻ? ഇതല്ലേ മുളേൻ്റെ ഇലയല്ലേ? മുളയുടെ പുല്ലാണ്. പുല്ല്. പിന്നെ അകത്ത് നമ്മള് ആൾക്കാരൊക്കെ ഇരുത്തിയിട്ടുണ്ട്. ഇത് ആരൊക്കെയാ ഇത് ഇരിക്കുന്ന? അതറിയത്തില്ല, അതറിയില്ല, ഇതുവരെയും പഠിച്ചിട്ടില്ല. ആരാ അത്? ആരൊക്കെയാണ്? ഓർഡറും അറിയില്ല, ഓർഡറും അറിയത്തില്ല. പിന്നെ നമ്മളങ്ങ് പറയൊക്കെ. ഉണ്ണിയേശനെ വെച്ചിട്ടില്ല, ഉണ്ണിയേശനെ 25-ാം തീയതിയിലൊക്കെ ഉള്ളു. പിന്നെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ കുറെ ലൈറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ, ഒക്കെ അടിച്ചുപോയി, മൊത്തം അടിച്ചു പോയിട്ട് ഞങ്ങള് പിന്നെ പുതിയതെല്ലാം മേടിച്ചു. സ്റ്റാർ കുറച്ച് കിട്ടി. ഈ ഒരു സ്റ്റാർ, ആ ഒരു സ്റ്റാറും കിട്ടി. അതേ കിട്ടിയുള്ളൂ, ബാക്കിയെല്ലാം പോയി. വീട് അത്യാവശ്യം നല്ലൊരു സൈസുള്ള വീടാട്ടോ ഇല്ലേ? ഇത് കുറെ നേരത്തെ കഷ്ടപ്പാടാണ് കേട്ടോ. ഈ സാധനം മുളയുടെ കമ്പ് വെട്ടിയിട്ട് അതിന്റെ ഇലയൊക്കെ പറിച്ച് കളഞ്ഞ് ഈ കമ്പിലെല്ലാം ഫെവിക്കോൾ വെച്ച് തേച്ച് അതിന്റെ മണ്ടയിൽ കോട്ടൺ പഞ്ഞിയൊക്കെ മുക്കി സെറ്റ് ചെയ്തേക്കാട്ടോ. ഒരു മഞ്ഞിന്റെ എഫക്ട് കിട്ടാൻ. ഉണങ്ങിയ മുളയാണ്, ഉണങ്ങിയ മുള നമ്മൾ അവിടെ നിന്ന് വെട്ടിയെടുത്തത്. കാണാൻ വേറെ ലുക്ക് ആയിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ നമ്മുടെ മറ്റേ JCBന്റെ കുറ്റിയാണ്, മറ്റേ കാല് വെൽഡ് ചെയ്ത സ്റ്റെബിലൈസറിന്റെ പകുതിയാണ് കട്ട് ചെയ്ത് അതിന് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെച്ചേക്കുന്നത്. ഇതിനകത്തും കുറെ ചെണ്ട, മണി, അങ്ങനെ സാധനമൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇത് അനു വെച്ച സൈഡാണ് കേട്ടോ. അനുവിന് കുറച്ച് മഞ്ഞ് കൂടുതലായിരുന്നു. അതെ അതെ, ഇച്ചിരി മഞ്ഞ് കൂടിപ്പോയി, അതായത് കുഴപ്പമില്ല. അത് ശരി, അത് അറിയാറുണ്ട് കേട്ടോ. ഈ സൈഡിലോട്ട് ഒരു ഇച്ചിരി മഞ്ഞ് കൂടുതൽ. അല്ല, അവൻ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് ഒരു വിധത്തിൽ തീരുന്നില്ല. ഞങ്ങൾ എന്നപ്പോ പഞ്ഞിയെല്ലാം പെട്ടെന്ന് തീരാന്നല്ലേ. നമ്മളൊരു വർക്ക് ഇപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുക, ഇത് സമയം പോവും എന്ന് പറഞ്ഞാൽ നമ്മളിത് വൃത്തിയാക്കി അളന്നെടുത്ത് ഇവിടെ വരുമ്പോഴത്തേക്ക് അത് മറന്നു, വീണ്ടും ഒന്നുകൂടെ പോയി അളക്കണം, വീണ്ടും എടുത്തോണ്ട് വന്ന് ഒട്ടിച്ചേക്കും. അപ്പോഴത്തേക്ക് സൂപ്പറുകൾ കയ്യിൽ. അച്ഛന്റെ കയ്യിലൊത്ത സൂപ്പറുകളായിരുന്നു. ഒരു പക്ക പ്രൊഫഷണൽ രീതിയിൽ അച്ഛൻ ചെയ്തിരിക്കുന്നത്. അച്ഛൻ ഇതിലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. അതെ അതെ, ഇതിലൊരു ഭാവി അച്ഛനുണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്. ഇങ്ങനെ കോമ്പറ്റീഷനെ കൊണ്ട് മറ്റേ അണ്ണാ ഇല്ലണ്ണാ പുൽക്കൂടിന്റെ കോമ്പറ്റീഷൻ ഉണ്ട്. അടുത്തത് നെക്സ്റ്റ് പരിപാടി ഇനി ചെറിയ പ്രോജക്റ്റ് ഒന്നുമല്ല, വലുതിലേക്ക്. അതെ അതെ, ഇനി നമ്മള് ഏറുമാടം, ഇനി നമ്മള് ആകാശത്തിന് മരത്തിന് നമ്മൾ ഇടയ്ക്ക് പോവാറുള്ളതല്ലേ ആകാശത്തിനോട്ടല്ലേ. എയറിന്റെ കാര്യം അങ്ങനെയാണ്, ഏറി പോവാ. അതെ അതെ, പോയിട്ട് വരാം. ഇപ്പോഴത്തെ ആൾക്കാർ എന്ത് ചെയ്യാ, എൻജോയ് ചെയ്യാ ഏറ്. അപ്പൊ എന്തായാലും ഇതാണ് ചെയ്തേക്കുന്ന വർക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, സീരിയസ്ലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇത്രയും വർഷം ചെയ്തതിൽ ഏറ്റവും നല്ല പുൽക്കൂട് ഇതാ അല്ലേ? എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പുൽക്കൂട്. ഒരു 10-ൽ എത്ര റേറ്റിംഗ് കൊടുക്കും? 10 കൊടുക്കാം. 10 ഉണ്ട്. 10 അച്ചാച്ചൻ 10 കൊടുക്കുന്നു. അണ്ണൻ 10. ഓക്കെ, ഞാനും 10. അങ്ങനെ മൊത്തം അച്ഛന് 100 മാർക്ക് കിട്ടിയിരിക്കുന്ന സുഹൃത്തുക്കളെ. കൈയടിക്കാം. സീരിയസ്ലി അച്ഛൻ എനിക്കൊന്ന് ഈ 6-7 ദിവസമായിട്ട് അച്ഛൻ ഇതിന്റെ ഇടയ്ക്ക് പണിക്ക് പോകും. അച്ഛൻ ഞാൻ ഉറക്കം എണീറ്റ് വരുമ്പോഴത്തേന് രാവിലെ വന്നിട്ട് അച്ഛൻ പണിയുന്ന കാണാം. എന്നിട്ട് ജോലിക്ക് പോകും. ജോലിക്ക് പോയിട്ട് വൈകിട്ട് വന്നിട്ട് ഒരു 2 മണി 3 മണി വരെ വെളുപ്പിന് വരെ ഇരുന്ന് അച്ഛൻ പണിയും. കൂട് മാത്രമാണെങ്കിൽ അത്ര സമയം എടുക്കത്തില്ല. പക്ഷെ ഇത് ഓവറോൾ ഇത് ഇത്രയും ശരിയാക്കിയുണ്ട്. എന്നിട്ട് ഈ മുള്ളു ഇത് എഴുതി വെക്കണ്ടേ, മതിൽ വെക്കണ്ടേ, അപ്പൊ ഇത്രയും സാധനം നമ്മൾ ഒരുക്കണ്ടേ. എന്നിട്ട് അവൻ ചോദിക്കും, ഇന്ന് തീരുവെച്ച. ഞാൻ ചോദിക്കും, ഇന്ന് തീരുവെച്ച. അങ്ങനെ പറയാൻ പറ്റത്തില്ല. പിന്നെ അകത്ത് നമ്മൾ ഈ ഒരു ചെറിയൊരു ലൈറ്റ് ആട്ടോ ഇട്ടേക്കുന്ന, ഈ ഒരു 0 ബൾബാണ്. ചെറിയൊരു വാംബ് മതി, അല്ലെങ്കിൽ ഒത്തിരി വെട്ടമായാലും കാണാൻ ഒരു ഭംഗി കാണത്തില്ല. എനിക്കിതേ ക്രിസ്മസ് കഴിഞ്ഞാൽ എനിക്കിത് ചിലപ്പോൾ പൊളിച്ചളയാൻ തോന്നുന്നില്ല. ഇത് എന്തായാലും ഇവിടെ ഇരിക്കട്ടെ അല്ലേ? ഇതിങ്ങനെ എടുത്തു മാറ്റാൻ പറ്റുമോ? ഇല്ല, പാടാ.
പാടാ. ഇനി അടുത്ത പ്രാവശ്യം ചെയ്യുന്നത് ഇതല്ലല്ലേ. ഓ പിന്നെ വെറൈറ്റി പിന്നെ അത് വേറെ. പിന്നെ അടുത്ത പ്രാവശ്യം ഇത് കൊണ്ടുവരണ്ട, വെറൈറ്റി സാധനം, വേറെ വീട്. അല്ല ഓരോ വർഷം കഴിയുമ്പോ അപ്ഡേറ്റ് ചെയ്യട്ടെ. ചോദിക്കുന്നത് എന്തിനറിയോ, എന്തിനാ എഞ്ചിനീയറെ കൊണ്ടുവന്ന് വീടിന് പ്ലാനൊക്കെ വാങ്ങിക്കുന്നത്? എനിക്ക് തോന്നുന്നേ അച്ഛനെ ഊക്കുവാ. ഇത് ആദ്യം തൊട്ടേ പ്രശംസിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തോ ഒരു അല്ല എല്ലാം നല്ലോണം ചെയ്തില്ല, അതുകൊണ്ട് എല്ലാരും ദിവസം വൈകുന്നേരം വീഡിയോ കോൾ വിളിച്ചിട്ട് ഇത്ര പണിയായി എന്ന് പറഞ്ഞ് ഞാൻ എല്ലാരും വിളിച്ച് കാണിക്കും. അമ്മ എന്തൊക്കെ ചെയ്തതിനകത്ത്? ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ എന്റെ അടുത്തോട്ട് പോയില്ല. അത് ഒട്ടിച്ച് നമ്മള് ചിലപ്പോ അടുത്തോട്ട് പോയാലേ ശ്രദ്ധിക്കത്തില്ല. ഞാൻ ഏതിലെങ്ങാണോ ഒന്ന് തട്ടിയാ ചിലപ്പോ ഇളവി പോയാ. ഈ പോച്ചയൊക്കെ മറ്റേ നമ്മുടെ JCBയുടെ ബാക്കി അതല്ലേ, ആ പോച്ച JCBന്റെ മാറ്റ് അടിച്ചതിന്റെ ബാക്കി കുറച്ച് പോച്ച ഉണ്ടായിരുന്നു, അത് പിന്നെ അങ്ങ് സെറ്റ് ചെയ്ത്. പ്രധാന ഹൈലൈറ്റ് ഇതൊന്നുമല്ല, ഈ ഒരു കിണറാണ്. വെള്ളമില്ലെങ്കിൽ എന്ത് മണിയുണ്ട്. വെള്ളമുണ്ട്, കണ്ട വെള്ള കളറിൽ വെള്ളം. ഇപ്പൊ എന്തായാലും പുൽക്കൂട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളിയല്ലായിരുന്നു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാനും വേറെ ബ്ലോഗ് കാര്യങ്ങളൊന്നും ഞാനും എടുത്തില്ല, അച്ഛനും തിരക്കായിരുന്നു. അപ്പൊ ആകെ ഒരു ബ്ലോഗം കണ്ടാ ഞാൻ ചെയ്തത് ഈ ഒരു ആഴ്ചയിൽ. എനിക്കൊന്നാ നമ്മള് വോട്ടിടാൻ പോയൊരു ബ്ലോഗ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഇനി വെറൈറ്റി വ്യത്യസ്തമായ ബ്ലോഗുകൾ വരാൻ പോവാ. വേറെ സ്ഥലത്തൊക്കെ ഏർമാടം മാത്രമല്ല, നമ്മൾ ഒരുപാട് സ്ഥലത്തൊക്കെ പോകാൻ പോവാ. അതെവിടെ മറ്റേ ഇത് എയറാണോ ഉദ്ദേശിച്ചത്? എന്തായാലും അത്ര ഉള്ള ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ ബൈ.